രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തായപ്പോൾ വലിയ സങ്കടപ്പെടുന്ന ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു ചൊല്ലുണ്ട്. അതായത് കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടിക്കാണ് കനം കൂടുതൽ എന്നൊരു ഫ്രേസ്, ഒരു ശൈലി. എത്ര കുഞ്ഞുങ്ങളാണ് ഗർഭപാത്രത്തിലെ ഇരുളിലും അതുപോലെ തന്നെ ആ തണുപ്പിലും കിടന്ന് ജീവനു വേണ്ടി തുടിച്ചിട്ടുണ്ടാവുക. എത്ര പേരാണ് ഈ സൈക്കോ റേപ്പിസ്റ്റിന്റെ കിരാത ഹസ്തങ്ങളിൽ, അല്ലെങ്കിൽ ഇയാളുടെ ഭീഷണിക്കും ഇയാളുടെ എന്താണ് ഭ്രൂണഹത്യ പ്രേരണയ്ക്കും വിധേയരായി പുറത്ത് ഭൂമി കാണാൻ കഴിയാതെ പോയ പാവം നവജാത ശിശുക്കൾ. അപ്പോൾ അവരുടെ ശാപം എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ്. ആ ശാപം ഇയാളെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. എത്രയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ രോദനം ആ കുഞ്ഞുങ്ങളുടെയാണ്, ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടേതാണ്. ഭ്രൂണഹത്യ പാപം ചെയ്യാൻ യുവതികളെ പ്രേരിപ്പിക്കുക, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെയ്യണമെന്ന് ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ വലിയ കുറ്റമാണ്. മാനുഷിക അല്ലെങ്കിൽ മാനുഷിക ധർമ്മത്തിനോ മനസാക്ഷിക്കോ ചേരാത്ത വലിയ കുറ്റം. ആ കുറ്റം ചെയ്ത കുറ്റവാളിയെ അകത്ത് കൊണ്ടുപോകുമ്പോഴും പിടിച്ചു കൊണ്ടുപോകുമ്പോഴും ചിലർക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഓർപ്പിക്കാനുള്ളത്, കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടിക്ക് കനം കൂടും. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ ക്രൂരതകൾക്കും നിങ്ങൾ എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ എണ്ണി എണ്ണി ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. കാരണം അത്രമാത്രം ക്രൂരത, വലിയ ക്രൂരത നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചെയ്തു. അവരെ യമപുരിക്ക് അയക്കാൻ നിങ്ങൾ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി. ഇത് വലിയ കുറ്റമാണ്. ഇപ്പോൾ 2 കേസിൽ ജാമ്യം ലഭിച്ചു. 3-ാമത്തെ കേസിലാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ 3-ാമത്തെ കേസിൽ ആ യുവതിയുടെ മൊഴി പരിശോധിച്ചാൽ അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിനും, അതായത് വഞ്ചിക്കുക, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി തുറന്നിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന വലിയ മറ്റു മൊഴികളും ഇതിന്റെ കൂടെ വായിച്ചെടുക്കണം. ബലാത്സംഗം മാത്രമല്ല, ബലാത്സംഗത്തിനൊപ്പം അതിനേക്കാൾ ക്രൂരമായ ഭ്രൂണഹത്യ, അതിനേക്കാൾ ക്രൂരമെന്ന് പറയാൻ മറ്റ് സംഭവങ്ങളില്ലെങ്കിൽ പോലും അതേ റേഞ്ചിൽ നിൽക്കുന്ന മറ്റു ക്രൂരതകളും ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ മൊഴിയിൽ അതൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ 3-ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ മറ്റ് 2 കേസുകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ഇതുകൂടി ചേർത്ത് കോടതി വായിക്കും. അങ്ങനെയാണെങ്കിൽ ആ മുൻകൂർ ജാമ്യമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്.